അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രമേഹ രോഗി കിഡ്നി രോഗബാധിതനാകുന്നത്? അതിന് പ്രത്യേകിച്ച് പ്രശ്നം എന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് കൃത്യമായി മരുന്ന് കഴിക്കാതെ, കൃത്യമായ ചികിത്സ തേടാതെ, അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് നിയന്ത്രണാതീതമായിരിക്കുന്നൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ ഗ്ലൂക്കോസും അനുബന്ധമായ ഗ്ലൂക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽസും കൂടുന്നു. പ്രത്യേകിച്ച് അഡ്വാൻസ് ഗ്ലൈക്കോസിലേഷൻ എൻഡ് പ്രൊഡക്ട്സ് പോലുള്ള കെമിക്കൽസ് ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ പല രക്തക്കൊഴലുകളെയും ബാധിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വലിയ രക്തക്കൊഴലുകളെ ബാധിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കൊഴലിനെ ബാധിക്കുമ്പോൾ സ്ട്രോക്ക്, പക്ഷാഘാതം വരുവാൻ സാധ്യതയുണ്ട്. ഇതേ കാര്യം നമ്മുടെ ഹൃദയത്തെ ബാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിലോട്ടുള്ള രക്തക്കൊഴലുകളെ ബാധിക്കുകയാണെങ്കിൽ ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ട്. കൈകാലിലോട്ടുള്ള രക്തക്കൊഴലുകളെ ഇത് ബാധിക്കുകയാണെങ്കിൽ അത് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഇതേ കാര്യം ഈ ഡയബറ്റീസ് മൂലമുള്ള കെമിക്കൽസ് പോയി ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കുകയാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി, എന്ന് വെച്ചാൽ കണ്ണുകളെ ഷുഗർ ബാധിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി, നമ്മുടെ ഞരമ്പുകളെ ഷുഗർ ബാധിക്കുന്നൊരവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി, കിഡ്നിയിലോട്ടുള്ള ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു അസുഖത്തിലേക്ക് നയിക്കുന്നത്. ഇതാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ് അഥവാ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിസ് മൂലമുള്ള, പ്രമേഹം മൂലമുള്ള കിഡ്നി ഡിസീസിൻ്റെ ഭാഗം.